അപ്പം എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ഡെന്നിസ്. അതായത് ഞാൻ എൻ്റെ ആ 35 വർഷത്തെ ഒരു സൗഹൃദ ബന്ധത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ആരോടും ശോഭിച്ചു കണ്ടിട്ടില്ല. മോശമായ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. മിതഭാഷിയായിരുന്നു. ഞങ്ങൾ ആ സമയം മുതൽ ഒരു 35 വർഷക്കാലം പടമില്ലെങ്കിൽ പോലും നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏറെയും സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷ് നോവൽസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തിന് പല നോവൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില സമയത്ത് നമ്മൾ ഈ കേരളം പോലെയല്ല, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുക്കിന് ബുക്ക് സ്റ്റോൾസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഡെന്നിസ് പറയും നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഇവിടെ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡെന്നിസ് എന്നോട് പറയും, നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നോവൽ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പം ദേവേട്ടൻ നേരത്തെ പറഞ്ഞു സിഗരറ്റ് വലിച്ച് വളരെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഡെന്നിസ് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മിതഭാഷിയായ ഒരാൾക്ക് എൻ്റെ ഒരു അറിവിൽ ഈ സൗഹൃദ സദസ്സുകളും സൗഹൃദ സംഘങ്ങളും താരതമ്യേന കുറവായിരിക്കും. തീരെ ഇല്ല എന്നല്ല, താരതമ്യേന കുറവായിരിക്കും. നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ എന്ത് വിഷയങ്ങളായിരിക്കും ഇത്രയും ഈ പുസ്തകങ്ങളല്ലാതെ പുസ്തകങ്ങളല്ലാണ്ട് ഞങ്ങൾ ചിലപ്പം ആയുർവേദത്തെ പറ്റിയിട്ടായിരിക്കും പറയുക. കാരണം ഡെന്നിസിൻ്റെ കുടുംബത്തിൽ വളരെ പ്രശസ്തനായ ഒരു വൈദ്യരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല കാര്യങ്ങളും സിനിമയെ പറ്റിയിട്ടും പിന്നെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഡെന്നിസ് സാർ എഴുതിയിട്ടുള്ള സിനിമകളിൽ മോഹൻ ജോസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ പറയാൻ പറഞ്ഞില്ലേ, അതായിരിക്കും പറയുന്നത്? ആകാശദൂതാണ്. അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും അഭിനയിക്കാത്തൊരു സിനിമയാണ്. അതെ. ദേവേട്ടന് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് ന്യൂഡൽഹി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അത് ബാബുച്ചേട്ടൻ അഭിനയിച്ച സിനിമ ദേവേട്ടനെ കൊണ്ട് സമർപ്പിച്ചേക്കാണ്. പക്ഷെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതിൽ മമ്മൂട്ടിയുടെ റോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസീവായിട്ട് തോന്നി. അതെ, അതില് പിന്നെ ബാബുവിന്റെ റോള്, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാബു ആസ് എ വില്ലൻ വരുന്ന സമയത്ത് ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനാൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റോള് അദ്ദേഹത്തിന് കിട്ടിയെന്നൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റാണ് കേട്ടോ. ചില സിനിമകള് നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊരു കാര്യകാരണങ്ങൾ എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 3 പേരും കൂടെ അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് ദിനരാത്രങ്ങൾ. മോഹൻ ജോസേട്ടൻ. അതെ അതെ അതെ, നല്ല പടമാണ് ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഡെന്നിസിന്റെ പടമാണ്. അതിനകത്ത് ഞാൻ അഭിനയിച്ച വളരെ സോഫ്റ്റ് റോളാണ്. ഒരു ചെറിയൊരു നായകന് തുല്യമായിട്ടുള്ള, ഞാനും എന്റെ പേരായിട്ട് അഭിനയിച്ചത് ഉണ്ണി എന്ന് മറ്റു പറയുന്ന കഥാപാത്രമല്ല അതിൽ അവതരിപ്പിച്ചത്, സുമലതയായിട്ട് അഭിനയിച്ചത്. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത്. എന്നാൽ ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച, ഒരുപക്ഷെ ഇതിന്റെ ഒരു പരിപൂർണ രൂപം ആദ്യം കാണുക അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നവരാണ്. എഡിറ്റർക്ക് ശേഷം അത് കാണുന്നത്. അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ ഈ ഒരു അവസരത്തിൽ ഡെന്നിസ് സാറിനെ ഓർക്കുന്നു. ഡെന്നീസ് തിരക്കഥെഴുതിയ ഒരുപാട് പടങ്ങൾക്ക് എനിക്ക് സംഗീതം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത് ആകാശദൂതാണ്. അന്ന് അതിലെ രാപ്പാടി കേഴുന്നുവോ എന്ന് പറയുന്നൊരു പാട്ട്, അപ്പം ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ്. ആ പടത്തിൻ്റെ തീമാണ് ആ പടം. ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടമായി, ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പാട്ടാണ്. അപ്പം അങ്ങനൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അതിനുവേണ്ടി രാപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെന്നീസാണ് എനിക്കൊരു ക്ലൂ തന്നത്. ആ ക്ലൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഡെന്നീസിൻ്റെ ആദ്യ പടമായ മറ്റേ വെൺമേഘഹംസ, നടക്കാതെ പോയ പടം, ഫസ്റ്റ് പടം, അതിനു വേണ്ടി കമ്പോസ് ചെയ്ത് ചിത്രയെ കൊണ്ട് പാടിച്ച ഒരു പാട്ടുണ്ട്. ഷിബു ചക്രവർത്തിയാണ് വരികൾ. സൂര്യ തേജസ്സിനെ സ്വർണബിംബമൊന്നിൽ ആവഹിച്ചൊരു ദേവകന്യക ഭൂമികയ്ക്കു നൽകി എന്ന് പറയുന്നതാണ്. ഇടൂ, ഇതെന്തായാലും നമുക്ക് വേസ്റ്റായി പോകണം, ഇത് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാകണം. പാടി
കേഴുന്നുവോ രാപ്പൂവും വിട ചൊല്ലുന്നുവോ. ഇതേ ഫീല് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കാനായിട്ട് ഡെന്നീസ് മുഖേന എനിക്ക് സാധിച്ചു. എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന, ഒരുപാട് സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്ന ഡെന്നീസ് ജോസഫിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. അതേസമയത്ത് അദ്ദേഹം നമ്മളെ ഇപ്പം ഇത്ര പെട്ടെന്ന് വേർപെട്ടു പോയിട്ടുള്ള സങ്കടമുണ്ട്. ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ വേറൊരു സംഭവമുണ്ട്. കൈതപ്രം, ഇത് കവിത, ഗാനരചയിതാവും കവിയാണല്ലോ അദ്ദേഹം, അപ്പോൾ കമ്പോസറുമാണ്. ഈയിടെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്നെ ചൂണ്ടി മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനോ അല്ലെങ്കിൽ റൈറ്ററായിട്ട്, ഇത് ഗാന രചയിതാവായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനല്ല കൊണ്ടുവന്നത്, സത്യത്തിൽ ഞാൻ ദിനരാത്രങ്ങളുടെ സെറ്റിൽ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഡെന്നിസിന് പരിചയപ്പെടുത്തി. ഡെന്നിസ്, ഇദ്ദേഹം കൈതപ്രം ദാമോദരൻ നമ്പൂരി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം നന്നായിട്ട് എഴുതും, നന്നായിട്ട് കവിതകൾ എഴുതും. ജോഷി സാറുമായിട്ടൊന്ന് പറഞ്ഞ്, എനിക്ക് ജോഷി സാറിനെ അറിയുന്നതിൽ എത്രയോ ഉപരി നന്നായിട്ട് ഡെന്നിസിനെ അറിയാം ജോഷി സാറിനെ. അതുകൊണ്ട് ഒരുപക്ഷെ പരിചയം മാത്രമല്ല, ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ ചിലരെ പരിചയപ്പെടുത്തുന്നതിന് മൂല്യം കൂടുതലാണ്. ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്തുന്നതും വളരെ അടുത്ത ഒരാൾ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു മൂല്യ വ്യത്യാസം ഉണ്ടല്ലോ. അതെ, അതങ്ങനെ ഉണ്ടായി. അത് വളരെ നന്ദിയോടുകൂടി അദ്ദേഹം ഓർത്തു. ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു, ഞാനിപ്പോൾ ദിനരാത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമായി എന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഔസപ്പച്ചനും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറയുക പെട്ടെന്ന് ഓർന്നതാണിത്. ഇപ്പം നമ്മൾ കേട്ട ഈ രാപ്പാടി കേഴുന്നു എന്ന് പറയുന്ന പാട്ട് പറയുമ്പോഴും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ ഈ സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്ന അതിൻ്റെ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയധികം നമ്മൾ പറയുന്ന ലാലേട്ടനാണെങ്കിലും മമ്മൂക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ഹീറോയിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എഴുതി കൊടുത്തിട്ടുള്ള ഡെന്നിസ് ജോസഫ് സാറിനെ പോലെ ഒരാളാണ് അന്ന് ഇത്രയധികം വുമൺ ആയിട്ടുള്ള ആകാശദൂത് പോലെ ഒരു സിനിമ അന്ന് ഷൂട്ട് ചെയ്യുക, തിരക്കഥ എഴുതുകയും അന്നത്തെ സർവകാല കളക്ഷൻ റെക്കോർഡുകളായിട്ട് ഇന്നും മലയാള സിനിമയുടെ കണ്ണീർ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അവിടെ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരന്റെ പേര് മുൻപന്തിയിലുണ്ട്. മാസ് സിനിമകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ എഴുത്തുകാരന്റെ പേരുണ്ട്. അങ്ങനെ സിനിമയുടെ വ്യത്യസ്തങ്ങളായ ജോണറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം എല്ലായിടത്തും ഈ എഴുത്തുകാരന്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം മോൻജോസേട്ടൻ പറഞ്ഞതുപോലെ വായന അതിന് വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ തമ്മിൽ മോൻജോസേട്ടനുമായിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു, നോവലുകളെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു. ഏത് തരം ഇംഗ്ലീഷ് നോവലുകളാണ് വായിച്ചിരുന്നത് അദ്ദേഹം? ത്രില്ലേഴ്സ് ആണ്. മോൻജോസേട്ടൻ ഒരു ഇച്ചിരി എഴുത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് എഴുതും. ആ എഴുത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, എഴുത്തിനെ പറ്റി അങ്ങനെ രണ്ടുപേരുടെയും എഴുത്തിനെ പറ്റി ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഇത്രയും സിനിമകൾ ചെയ്തപ്പോഴും ഒന്നും ഇല്ല. ഡെന്നിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഢമൈത്രി എന്ന് പറയുന്നില്ലേ, ഇന്റിമസി, അത് ആരോടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിയുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഫോർമലാണ്. അധികം അടുത്തിട്ടുള്ള ഒരു സംഭവമൊന്നും പുള്ളിയുടെ ജീവിതത്തിലില്ല. അതാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ ഒരുപാട് ടോക്കറ്റീവ് അല്ലാത്ത ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ഉള്ളു. പക്ഷെ അതിനിടയിൽ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ മതമൈത്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ദൃഢമൈത്രി അത് ഉപയോഗിക്കാവുന്ന വാക്കാണ്. പക്ഷെ വളരെ ദൃഢമായ മൈത്രി എന്ന് തന്നെ അർത്ഥത്തിൽ തന്നെ അല്ലേ? അതെ, കറക്റ്റ് ആണ്. അതായത് ഇന്റിമസി എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. അതെ, പക്ഷെ നമ്മുടെ സ്വാഭാവിക പ്രയോഗങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വാക്കാണ്.